നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. വടക്കാഞ്ചേരി മങ്കരയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം കടപുഴകി വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. വിരുപ്പാക്ക സ്വദേശി ചിന്നുവിനാണ് പരിക്കേറ്റത്. ഗുരുവായൂർ കോട്ടപ്പടി അങ്ങാടിയിൽ പഴക്കം ചെന്ന ഇരുനില കെട്ടിടം തകർന്നു വീണു. അവശിഷ്ടങ്ങൾ റോഡിലേക്ക് വീണതിനാൽ 2 മണിക്കൂറോളം അങ്ങാടി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂരിൽ ഐസ് മഴ പെയ്തതായി സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. മഴ പെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ചാണ് പ്രചരണം നടത്തുന്നത്. കനത്ത മഴയിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷന് സമീപം വൻമരം കടപുഴകി വീണു. സ്റ്റേഷന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്നു. ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ ഒരടി വീതം തുറന്നു. അധിക ജലം ഡാമിൽ നിന്നും ഒഴുക്കിവിടുന്നതിനാൽ ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത പ്രതിരോധ വിഭാഗം അധികൃതർ അറിയിച്ചു. മഴ കനത്തതോടെ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കയ്പമംഗലം ബോർഡ് കമ്പനിക്കടവ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാകുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ വീണ്ടും മാറ്റം. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ കാലാവധി 18 നിന്ന് 22 വർഷമായി ഉയർത്തി. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൌണ്ടിൽ ഹാജരാകുന്നതിലും ഇളവുണ്ട്. വിവിധ യൂണിയനുകളുടെ സമരത്തെ തുടർന്നാണ് മാറ്റം. ചാലക്കുടി നഗരസഭയിൽ തുടക്കമിട്ട മൊബൈൽ ഫീക്കൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇനിയും പ്രവർത്തനക്ഷമമായില്ല. ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ മെഷീൻ തകരാറിലായി 1 മാസം കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ നഗരസഭാ അധികൃതർ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ ഓട്ട് കമ്പനി ചൂളയിൽ കത്തിച്ചു കളഞ്ഞു. 288 കിലോ കഞ്ചാവ്, 956 ഗ്രാം ഹാഷിഷ് ഓയിൽ, 71.60 ഗ്രാം മെത്താഫിറ്റമിൻ എന്നിവയാണ് പാലിയേക്കര ചിറ്റിശ്ശേരിയിൽ ഓട്ട് കമ്പനി ചൂളയിൽ നശിപ്പിച്ചത്. കല്ലേറ്റുങ്ങര റെയിൽവേ സ്റ്റേഷന് സമീപം ഇരുചക്ര വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതായി പരാതി. അനധികൃത പാർക്കിംഗിനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് CPM കല്ലേറ്റുങ്ങര സെൻട്രൽ ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ചെറുതുരുത്തി സ്വദേശികളായ നാസർ, നിഹാജ് എന്നിവരെ ഒട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ചൂണ്ടൽ സെൻട്രൽ ഡിവൈഡറിൽ കാർ ഇടിച്ചു കയറിയ അപകടം. തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂരിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. മേത്തല കൈതക്കാട്ട് സനലിന്റെ മകൻ 20 വയസ്സുള്ള സമൽകൃഷ്ണയാണ് മരിച്ചത്. മാലിയങ്കര SNM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് സമൽകൃഷ്ണൻ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ജനവാസ മേഖലയിൽ പേ വിഷബാധയേറ്റെന്ന സംശയത്തിൽ കണ്ടെത്തിയ കുറുനരി ചത്തു. കാണിപ്പയ്യൂർ മാന്തോപ്പ് ത്രിവേണിയിലെ ജനവാസ മേഖലയിലാണ് കുറുനരിയെ കണ്ടെത്തിയത്. തളി വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ മഴക്കവിതകൾ അവതരിപ്പിച്ചു. നെടുമ്പ്രയൂർ പാടശേഖരത്തിലെ കൈതത്തോട്ടുവക്കിൽ മഴക്കവിതകൾ ആലപിച്ചു. തെക്കുകര പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. എടത്തിരുത്തി കൂഴിക്കക്കടവ് പ്രദേശത്ത് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയവരെ കൊണ്ടുതന്നെ തിരിച്ചെടുപ്പിച്ച പിഴ ഈടാക്കി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളിയ തൃശൂരിലെ ഫ്ളാറ്റ് ഉടമയായ പ്രവാസിക്ക് 15,000 രൂപ പിഴ ചുമത്തി മാപ്പപേക്ഷ എഴുതി വാങ്ങി മാലിന്യം പ്രദേശത്തു നിന്നും തിരിച്ചെടുപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തും കരേനു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് സ്കൂൾ HM ഇൻചാർജ് PK ഹലീമ നിർവഹിച്ചു. മറ്റമ്പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടികയറി. വികാരി ഫാദർ ഷാജു ഉക്കൻ കൊടികയറ്റം നിർവഹിച്ചു. ജൂലൈ 3-നാണ് തിരുനാൾ. പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല മഹോത്സവം നടക്കും. ഈ മാസം 29, 30, ജൂലൈ 1 തീയതികളാണ് ഞാറ്റുവേല മഹോത്സവം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 99-ാം വാർഷികം കയ്പമംഗലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചു. മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഊരകം ALP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ചേർപ്പ് പഞ്ചായത്ത് വാർഡ് അംഗം K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഊരകം ALP സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു.
ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടങ്ങോട് പഞ്ചായത്തിൽ കവുങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയിലുള്ളവർക്കായുള്ള ക്ഷേമനിധി ബില്ലിനെ സംസ്ഥാന സർക്കാർ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. അന്താരാഷ്ട്ര ലഹരി ദിനത്തിൽ ഞങ്ങളുടെ ലഹരി വായന മാത്രമെന്ന സന്ദേശവുമായി വിദ്യാർത്ഥികൾ ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ സംഗമിച്ചു. എക്സൈസ് സിവിൽ ഓഫീസർ PS രതിക ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പ്രമുഖ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫാദർ ഫ്രാങ്ക്ലിൻ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചേറ്റുവയിൽ അടഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ ഫ്രിഡ്ജിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തൊഴിലാളിക്ക് പരിക്കേറ്റു. വടാനപ്പള്ളി സ്വദേശി കാഞ്ഞിരപ്പള്ളി വീട്ടിൽ ജിമ്മിക്കാണ് പരിക്കേറ്റത്. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. പുതിയ യൂണിഫോം വിതരണത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥികൾ സമരം സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണത്തിനായി 8ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഈ മാസം 29, 30 തീയതികളിൽ തൃശൂരിൽ നടക്കും. കൊടകര പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇഞ്ചക്കുണ്ട് ലൂർദ്പുരം ഗവൺമെന്റ് UP സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. മറ്റത്തൂ പഞ്ചായത്ത് അംഗം ഗീതാ ജയൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഉപഭോക്തൃ സംഘടനയുടെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ഒല്ലൂക്കരയിൽ വിതരണം ചെയ്തു. ഡോക്ടർ CV രഞ്ജിത് കുമാർ പുരസ്കാര വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ നികുതി പിരിവ് ജനങ്ങളെ നട്ടം തിരിക്കുന്നു. സാങ്കേതിക പിഴവ് മൂലം മുടങ്ങിയ നികുതി അടവിന് 10 മടങ്ങ് പിഴത്തുക ഈടാക്കി ജനത്തെ പിഴിഞ്ഞ് കോർപ്പറേഷൻ. കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തി. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആളൂർ രാജശ്രീ സ്മാരക സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളും NSS വോളണ്ടിയർമാരും ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ TJ ലൈസൺ റാലി ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തിപ്പിലശ്ശേരി പന്നിത്തടം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പള്ളിക്കുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കരയിൽ വീണ്ടും രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ഉതുവടി പള്ളിപ്പടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് വ്യാപകമായ പോസ്റ്ററുകൾ കാണപ്പെട്ടത്. ആമ്പലൂർ സെന്ററിൽ സിഗ്നൽ പോസ്റ്റിലിടിച്ച് പിക്കപ്പ് വാൻ മറിഞ്ഞു. അപകടത്തിൽ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. കുഴു പാറപ്പുറത്ത് പ്ലാവ് കടപുഴകി വീണ വീട് തകർന്നു. തറയപ്പറമ്പിൽ രാജേഷിന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്കാണ് പ്ലാവ് വീണത്. ആർക്കും പരിക്കില്ല. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ ലഹരി വിരുദ്ധ ദിനാഘോഷം പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. ഇരുചക്ര വാഹന മോഷണ കേസിലെ പ്രതിയെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി പുതുമനശ്ശേരി തെരുവത്ത് വീട്ടിൽ ഫംസീറിനെയാണ് പേരാമംഗലം SHO പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കൈപ്പറമ്പ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയ കേസിലാണ് ഇയാൾ പിടിയിലായത്. വിക്ടറി ITI ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ ഭാഗമായി ക്യാമ്പസ് ഹണ്ട് സംഘടിപ്പിച്ചു. എപ്സോൺ കമ്പനി പ്രതിനിധി സിജോ പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. 40ഓളം കമ്പനികൾ നേരിട്ടെത്തിയാണ് പ്ലേസ്മെന്റ് നൽകിയത്. വെങ്കടകം പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ കൊച്ചപ്പൻ വടക്കിനെ തിരഞ്ഞെടുത്തു. ഇടതുമുന്നണി ധാരണ പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ചാന്ദിനി വേണു രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.